ബത്ലഹേം കുടുംബ യൂണിറ്റ് നെവിൻ്റെ കഷ്ടകാലം. നമിത ബൈജു പോലൊരു നടീനെ എന്തിനാ ഈ പടത്തിലൊക്കെ അഭിനയിപ്പിക്കുന്ന ഒരു പിടുത്തമില്ല. ഒരു അഭിനയവും ഇല്ല. എന്തുട്ടാ കാട്ടിക്കൂട്ടുന്നത് എനിക്കൊരു പിടുത്തമില്ല. ഇനിയിപ്പോൾ മലയാളത്തിൽ ഇനി അധികം കാലം ഈ നടി വാഴുന്നു എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ കഥ 1980-ലോ 85-ലോ ഇറങ്ങേണ്ട ഒരു കഥയാണ്. വയസ്സായ ആൾ ചെറുപ്പക്കാരിനെ ചെറുപ്പക്കാരി അങ്ങോട്ട് കയറി പ്രേമിക്കുക. മമ്മൂട്ടിനെ ഇതിനു മുമ്പ് ആൾ പ്രേമിച്ചിട്ടുണ്ടായിരുന്നു. ആനി മഴയെത്തും മുമ്പേൽ പ്രേമിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കഥ ഇതേ കഥ തന്നെയാണ്. അപ്പോൾ അത് അന്നത്തെ കാലത്തൊക്കെ ഭയങ്കര ട്രെൻഡാണ്. ഇപ്പോൾ ഇതിൻ്റെ സംവിധായകനും കഥ എഴുതിയാളും ഇതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കൊന്നും മനസ്സിലായില്ലേ ഇത് കാലഘട്ടം മാറി എന്നുള്ള ഒരു പിടുത്തമില്ലേ. പിന്നെ ഓണല്ലേ, എന്ത് തല്ലിപ്പൊളി പടം വന്നാലും 4 ആൾ കയറി കാണില്ലോ എന്നുള്ള ഒരു തട്ടിക്കൂട്ടി ഉണ്ടാക്കിയുള്ള ഒരു പടക്കാണ് ഈ സാധനം. എന്ത് പടക്കാണ് മോനെ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വയസ്സായ കാമുകൻ്റെ കഥ തന്നെ ഈ പറഞ്ഞുണ്ടാക്കുന്നത്. പിന്നെ ഇതിൽ തന്നെ വേറൊരു പടം ഇറങ്ങിയിട്ടുണ്ട്. ഇതേ നടൻ്റെ തന്നെ നെവിൻ തന്നെ അഭിനയിച്ചുള്ള ഒരു പടമുണ്ട്, ഓശാന്തി ഓശാന. നല്ല പടാട്ടോ, ഗംഭീര പടം. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പടമാണ്. ഇപ്പോഴും ടി വിയിൽ വരുമ്പോൾ ഞാൻ കാണും. ആ പടത്തിൻ്റെ കഥയും ഇതും ഒന്ന് തന്നെയല്ലേ, പിന്നെന്തൊട്ടാലും മാറ്റം. അതിൽ നവീൻ പോളി ചെയ്യുന്ന കഥാപാത്രം തിരിച്ച് മറിച്ച് ഇങ്ങോട്ട് ഇട്ടു. ഇതിൽ നവീൻ പോളിക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാനായിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീരിയലുകാരും നാടകക്കാർ പോലും തോറ്റു പോകുന്ന രീതിയിലുള്ള ഒരു കഥ. ആ കഥ കൊണ്ടുവന്ന് കുഴച്ച് 2.5 മണിക്കൂർ നമ്മുടെ അതിൻ്റെ ഉള്ളിൽ ഇരുത്തി 7-8 പാട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പാട്ടൊക്കെ പിന്നെ പാടിക്കുമ്പോഴാണ് നമുക്ക് ബോറടി ഉണ്ടാവുക. കഥ ഇങ്ങനെ ഓരോ സത്യനന്ദിക്കാൻ്റെ സിനിമ പോലെ കുറേ വിഷ്വൽസ് കാണിച്ച് ആ പാട്ടങ്ങൾ അതിൻ്റെ ഇടപെടേണ്ട പോകും. ഒരൊറ്റ പാട്ട് നല്ലതില്ല. ഒരു പാട്ട് നമ്മുടെ മനസ്സിൽ ഇതില്ല. അവസാനം തൊട്ട് കക്കടി പൊക്കടി ചിക്കടി പക്കടി കിക്കടി കിക്കടി കൊക്കടി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പാടുന്നുണ്ട്. ഇതൊക്കെ ഇത് സിനിമയാണോ? അതായത് ഈ OTTയിലേക്ക് വേണ്ടി എടുത്ത സിനിമയാണോ? എന്തിനാ ഇത് നമ്മുടെ ഈ പ്രേക്ഷകരെ തലയിൽ കൊണ്ടുവന്ന് വെച്ച് തരുന്ന ഇങ്ങനെ ഓരോ സിനിമകൾ എടുത്തിട്ട്? അതെനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയും വൃത്തികെട്ട ഒരു സിനിമ. പിന്നെ ചിരിക്കുന്നവർക്ക് എന്ത് കണ്ടാലും ചിരിക്കുന്നവർക്ക് ചിരിക്കാട്ടോ. ഇതെന്താ വെച്ചാൽ കോമഡി ഷോയിലെ കുറച്ച് സ്കിറ്റുകളുണ്ട്. അതിങ്ങനെ കൗണ്ടർ പറഞ്ഞ് അതിനൊക്കെ ദിലീപും നമ്മുടെ ഹരിശ്രീ അശോകനും അതുപോലെ തന്നെ ജയറാമൊക്കെ വരണം. ഇവിടെയുള്ള കുറേ കോമാളികളെ കൊണ്ടുവന്നിട്ട് നോക്കുക. താനി കോമാളികൾ എന്തൊട്ടൊക്കെ അവർ കാണിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്. എനിക്കിതിൽ ആകെ ഇഷ്ടപ്പെട്ടൊരു നടനുണ്ടെങ്കിൽ സുരേഷ് കൃഷ്ണൻ. അപ്പോൾ നല്ലൊരു കഥാപാത്രം. വില്ലനാണ് എല്ലാവരും ചെയ്യാറ്. ഇതിൽ നല്ല അസലായിട്ടൊരു നല്ലൊരു കഥാപാത്രം. നമുക്ക് എന്തെങ്കിലും ഒരു ആലോചിക്കാനായിട്ട് അത് മാത്രമേ ഉള്ളൂ ആ സിനിമയിൽ. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയോട് കൂടി അതൊക്കെ പോയി, മെമ്മറിയിൽ നിന്ന് എല്ലാം പോയി. ഒന്നുമില്ല മനസ്സിൽ, ശൂന്യത. ഒരു സിനിമ കണ്ടതിൻ്റെ ഒരു ഫീലിങ്സ് ഇല്ല, ഒരു വൈബില്ല, ഒരു തേങ്ങയും ഒരു മണ്ണാങ്കാട്ടിയും ഇല്ല ഈ സിനിമയിൽ. ഓണായിട്ട് ഇതുപോലെയുള്ള വധങ്ങൾ കൊണ്ടുവന്ന് വിടുണ്ടല്ലോ. അപ്പോൾ ഇത്രയും ഈ സിനിമേനെ കുറിച്ച് പറയാനുള്ളത്. ഇതിലും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ കാശും പോയി. ഇനി നമുക്ക് ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ട് ഇതിൻ്റെ സമയം കൂടി കളയേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങളെല്ലാവരും ഈ പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും ആകെ അറിയാൻ വേണ്ടി പറയാം, ഇങ്ങനെ ഈ നമിത ബൈജുവിനെ എങ്ങനെ കയറൂരി വിടരുത്. എല്ലാ സിനിമയിലും ഒരേ ഫോട്ടോസായിട്ട് അഭിനയം. അതുപോലെ തമിഴിലോ തെലുങ്കിലോ എവിടെ വേണമെങ്കിലും പോയി അഭിനയിച്ചോട്ടെ. മലയാളികളെ ഇങ്ങനെ വെറുപ്പിക്കാനായിട്ട് ഇതുപോലെയുള്ള നായകന്മാരെ, അവരൊക്കെ ഒരു നവീൻ പോളിയൊക്കെ നന്നായി അഭിനയിക്കുന്ന ഒരാളാണ്. അതിപ്പോൾ ഈ കുറച്ച് കാലമായിട്ട് കഷ്ടകാലമാണ്. പിന്നെ അതിൻ്റെ കൂടെ കഷ്ടകാലം പിടിച്ച് അഭിനയിക്കാൻ അറിയാത്ത നടി കൂടി വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായി എല്ലാം സ്റ്റോപ്പായി. അപ്പോൾ അങ്ങനെ ഒരു തല്ലിപ്പൊളി പടം കണ്ടതിൻ്റെ റിവ്യൂ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം. കൂടുതലൊന്നും പറയാനില്ല. ഓണത്തിന് നിങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ലെങ്കിൽ മാത്രം പോയി കാണുക, അല്ലെങ്കിൽ കാണണ്ട.